വെൽക്കം ബാക്ക് ടു BC ട്യൂട്ടോറിയൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റാ ബേസിലുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ മെനി സൂപ്പർ കീസ് ക്യാൻ ബി ഫോംഡ് ഫോർ ദ റിലേഷണൽ സ്കീമ ആർ ഓഫ് EBCD വേർ ഇ ഈസ് ദ കീ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇ എന്ന് പറയുന്ന കീ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്, EBCD. ഇനി നമുക്ക് എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? അതിൽ എത്ര സൂപ്പർ കീസ് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഇ ഓൾറെഡി തന്നതാണ്. ബാക്കി നമ്മുടെ BCDയുടെ കേസിൽ ബി ഉണ്ടാവാം, അല്ലെങ്കിൽ തന്നെ ഈ ബി ഇല്ലാതിരിക്കാം. പ്രസൻസ് ഓർ ആബ്സെൻസ് എന്നുള്ളതിൽ നമുക്കവിടെ 2 എന്നുള്ളത് കൊടുക്കാം. അതുപോലെ സിയുടെ കേസിലും സി ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അതുപോലെ ഡിയും ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് നമുക്കതിൻ്റെ പോസിബിലിറ്റി പറയുന്ന സമയത്ത് അതിൻ്റെ സൂപ്പർ കീസ്, എത്ര സൂപ്പർ കീസ് ഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കീ ഒഴികെയുള്ളതിൽ നമുക്ക് ഈ തരത്തിൽ നമുക്ക് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 8 ആണ്. ഓക്കെ അല്ലേ? അതായത് 2 ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 8. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ വുഡ് യു ഡിസ്ക്രൈബ് ദ റിലേഷണൽ ഡാറ്റ മോഡൽ? ഇപ്പോൾ ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൽ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. എന്നാലും ഒരു റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറയുമ്പോൾ അവിടെ റോസ് ആൻഡ് കോളംസ് ആണ് മെയിനായിട്ട് ഡാറ്റ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇൻ ഫോം ഓഫ് റോസ് ആൻഡ് കോളംസ് ആണ്. ദെൻ ഇൻ ഡാറ്റ മോഡൽ ദ ഡാറ്റ ഒബ്ജക്ട്സ് ആൻഡ് റിലേഷൻഷിപ്സ് ആർ ലോജിക്കലി റെപ്രസെൻറ്റഡ് എന്ന് പറയണ്ടോ? ഇല്ല. നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? അതൊരു ടേബിൾ ഫോമാറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കതിൽ പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് എന്താ ഓപ്ഷൻ ഉള്ളത്? അഡീഷണലി ഫങ്ഷൻസ്, എൻക്യാപ്സുലേഷൻ ആൻഡ് ഒബ്ജക്റ്റ് ഐഡൻറ്റിറ്റി ആർ ടേക്കൺ ഇൻ ടു അക്കൗണ്ട് അലോങ് സൈഡ് ദി ER മോഡൽ. അത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മോഡൽ എന്നുള്ള കേസൊക്കെ വരുന്നുണ്ട്. ER മോഡൽ മറ്റൊരു മോഡലാണ്. അതുപോലെ ദീസ് ഡാറ്റ മോഡൽസ് ഇനേബിൾ എ ഡെഫിനിഷൻ ഓഫ് ഡാറ്റ സ്പെസിഫിക്കേഷൻ വെർ വേരിയസ് ആട്രിബ്യൂട്ട്സ് ആർ സ്പെസിഫൈഡ് ഫോർ ഡാറ്റ ഐറ്റംസ് ഓഫ് ദ സെയിം ടൈപ്പ്. അപ്പോൾ ഇതൊന്നും നമ്മൾ റിലേഷൻ മോഡലിൽ പറയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റും എന്താ? ഡാറ്റ ഈസ് ഓർഗനൈസ്ഡ് വിത്തിൻ എ ടേബിൾ യൂസിങ് റോസ് ആൻഡ് കോളംസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്: വിച്ച് technique is employed in RDBMS to create different classes of relationship with the primary goal of preventing modification anomalies? അപ്പോൾ ഏത് ടെക്നിക്കാണ് നമ്മൾ ഈ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്? എന്തിനു വേണ്ടി? ഈ ഒരു മോഡിഫിക്കേഷൻ അനോമലീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്, ഡാറ്റ ഇൻറ്റഗ്രിറ്റി, റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് നോർമൽ ഫോംസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് നോർമൽ ഫോംസ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് അനോമലീസ് നമുക്ക് മോഡിഫിക്കേഷൻസിൽ പറയാറുണ്ടല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ തന്നെ നോർമൽ ഫോംസും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ റിസൾട്ട് ഓഫ് ദ യൂണിയൻ ഓപ്പറേഷൻ ബിറ്റ്വീൻ R1 ആൻഡ് R2 ഈസ് എ റിലേഷൻ ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ട്യൂപ്പിൾസ് ഓഫ് R1, B all tuples of R2, all tuples of R1 and R2, and the last one is all the tuples of R1 and R2 that share common columns. അപ്പോൾ ഒരു യൂണിയൻ ഓപ്പറേഷൻ, ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഉണ്ട്, യൂണിയൻ ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ നമ്മൾ യൂണിയൻ ഓപ്പറേഷൻസിൽ പറയുന്ന സമയത്ത് അവിടെ എന്താണ് ആക്ച്വലി ഉള്ളത്? അവിടെ 2 റിലേഷൻസിൻ്റെ യൂണിയൻ എന്ന് പറയുമ്പോൾ ആ 2 റിലേഷൻസിലെയും ട്യൂപ്പിൾസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. പക്ഷേ അതിൽ ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ അത് ഡ്യൂപ്ലിക്കേഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ടുള്ള ട്യൂപ്പിൾസ് ആയിരിക്കും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എൻറ്റൈറ്റി സെറ്റ് റിഫൈൻമെൻറ്റ്, വാട്ട് ഡിസൈൻ പ്രോസസ് ഇൻവോൾവ്സ് മേക്കിംഗ് ഡിസ്റ്റിങ്ഷൻസ് ബൈ റിഫൈനിങ് ഫ്രം ആൻ ഇനീഷ്യൽ സെറ്റ് ഇൻ ടു സക്സസീവ് ലെവൽസ് ഓഫ് എൻറ്റൈറ്റി സബ് ഗ്രൂപ്പിംഗ്സ്? അപ്പോൾ ഒരു എൻറ്റൈറ്റി സെറ്റ് റിഫൈൻമെൻറ്റ് കേസിൽ ഇപ്പോൾ ഒരു ഡിസൈൻ പ്രോസസ്സിൽ നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്? സക്സസീവ് ലെവൽസ് ഓഫ് എൻറ്റൈറ്റി സബ് ഗ്രൂപ്പിംഗ്സ് ആണ്. അപ്പോൾ ഒരു മെയിൻ ഗ്രൂപ്പിനെ നമ്മൾ സബ് ഗ്രൂപ്പ് ആക്കിയിട്ട് തിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഒരു മെയിൻ ഗ്രൂപ്പുണ്ട്, അതിനെ നമ്മൾ സബ് ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം വരുന്ന സമയത്ത് നമുക്കിതിന് എന്തായിട്ട് പറയാം? ഇതൊരു ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് അല്ലേ. ഇത്തരത്തിൽ വരുന്നത് ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. നേരെ മറിച്ച് നേരെ തിരിച്ചുള്ളൊരു ഓപ്ഷൻ വരാം, അതായത് ബോട്ടം അപ്പ് അപ്രോച്ച്. അതായത് നമ്മൾ കോമൺ ആയിട്ടുള്ളതിനെ വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹയർ ലെവലിലേക്ക് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ഡിസൈനെ നമുക്ക് എന്ത് ഡിസൈനായിട്ട് പറയാം, അല്ലെങ്കിൽ എന്ത് ടെക്നിക്കായിട്ട് പറയാം? അത് ബോട്ടം അപ്പ് അപ്രോച്ചാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ടൈപ്പുകളുണ്ട്, ടോപ്പ് ഡൗൺ അതുപോലെ തന്നെ ബോട്ടം അപ്പും. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സക്സസീവ് ലെവൽസ് ഓഫ് എൻറ്റൈറ്റി സബ് ഗ്രൂപ്പിംഗ്സ്. അപ്പോൾ ആ വേർഡ് വെച്ചിട്ട് തന്നെ നമുക്കതിനെ ചെയ്യാൻ ശ്രമിക്കുക, ആൻസറിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇതാണ് അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ SQL? അപ്പോൾ ഇവിടെ ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ്, അപ്ഡേറ്റ്. അപ്പോൾ
ഇപ്പോൾ നമുക്ക് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഓൾറെഡി എക്സ് ചെയ്യുന്ന ഒരു ഡാറ്റയിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു വാല്യൂ ചേഞ്ച് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ വരുന്നതാണ് ഡാറ്റ മാനിപ്പുലേഷൻ അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏത് വെച്ചിട്ട് ഏത് ക്വറിയിൽ നമ്മൾ ചെയ്യുന്ന SQL ക്വറി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ക്രിയേറ്റ് വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ക്രിയേറ്റ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യും. ഓൾട്ടർ വെച്ചിട്ട് നമ്മൾ ആ ഓൾട്ടറിൻ്റെ സ്കീം ആ ഒരു സ്ട്രക്ചർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഡ്രോപ്പ് ആണെങ്കിൽ ആ ഒരു ടേബിൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ ബാക്കിയെല്ലാം DDL ആണ്, അത് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ്. DML എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇത് മാത്രമാണ്, അപ്ഡേറ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഡിലീറ്റ് ആണ് വന്നത് എങ്കിൽ നമുക്ക് അതും നമുക്ക് പറയാം. അതായത് അപ്ഡേറ്റിന് പകരം നമുക്ക് ഡിലീറ്റ് ആണെങ്കിൽ അതും ഒരു ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. ദെൻ ദ ഡാഷ് ഈസ് ബേസിക്കലി എ പ്രോഗ്രാം വിച്ച് ഗെറ്റ്സ്, ഇപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഡ്രോപ്പാണ് കേട്ടോ, സോറി അപ്ഡേറ്റ് ആണ്, അത് മാറിപ്പോയതാണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അപ്ഡേറ്റ് ആണ്. The dash is basically a program which gets automatically executed in response to some events such as modification in the database. ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് എന്ത് പറയുക, ട്രിഗർ എന്ന് പറയാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ട്രിഗറിന് നിങ്ങൾ ഡെഫിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ സെയിം ഡെഫിനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒന്നും ചേഞ്ച് വന്നിട്ടില്ല. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ടോപ്പിക് വൈസ് നിങ്ങൾ ഒരു സിലബസിൽ ടോപ്പിക് വൈസ് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ട്രിഗറിൻ്റെ ഡെഫിനേഷൻ കിട്ടുന്നത് ആ സെയിം ഡെഫിനേഷനാണ് ഇവിടെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ട്രിഗർ ഈസ് ബേസിക്കലി എ പ്രോഗ്രാം വിച്ച് ഗെറ്റ്സ് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ടഡ് ഇൻ റെസ്പോൺസ് ടു സം ഈവൻറ്റ്സ് സച്ച് ആസ് മോഡിഫിക്കേഷൻ ഇൻ ദ ഡാറ്റാബേസ് എന്നുള്ളതാണ് ആക്ച്വലായിട്ട് ട്രിഗറിൻ്റെ ഡെഫിനേഷനായിട്ട് കൊടുക്കുന്നത്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഡിലീഷൻ വരുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്കൊരു ആക്സസ് ഇല്ലാത്തൊരു ഡാറ്റാബേസിൻ്റെ ഏതെങ്കിലും ഒന്നിലേക്ക് നമ്മൾ എന്തെങ്കിലും ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു വാല്യൂ ഡിലീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ മോഡിഫൈ ചെയ്യുമ്പോൾ, ഏതെങ്കിലും പുതിയതായിട്ടൊരു ഇൻസേർട്ട് ചെയ്യുമ്പോൾ, അങ്ങനെ പല മോഡിഫിക്കേഷൻസ് വരാം. അപ്പോൾ ഇത്തരം മോഡിഫിക്കേഷൻസിൽ വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ചില ട്രിഗേഴ്സ് ഉണ്ടാവും. ഓക്കെ, ചില നോട്ടിഫിക്കേഷൻ പോലെ ഓക്കെ ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ട്രിഗറാണ്, അതായത് അത് ഓട്ടോമാറ്റിക്കലിയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അത്തരം പ്രോഗ്രാംസാണ് ഇതിൻ്റെ ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. ദ ഡാഷ് ഈസ് ബേസിക്കലി എ പ്രോഗ്രാം വിച്ച് ഗെറ്റ്സ്, അതിൻ്റെ ആൻസർ ഇവിടെ തന്നിരിക്കുന്നത് ട്രിഗറാണ്. ഇവിടെ മെത്തേഡ് എന്നുള്ളത് മാറിപ്പോയതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ടേബിൾ ദാറ്റ് ഡിസ്പ്ലേസ് ഡാറ്റ റിഡൻഡൻസി yields ഡാഷ് അനോമലീസ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇൻസേർഷൻ അനോമലി ഉണ്ട്, ഡിലീഷൻ അനോമലി ഉണ്ട്, അപ്ഡേറ്റ് അനോമലി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഡാറ്റാബേസിൻ്റെ റിഡൻഡൻസിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഓപ്ഷൻ്റെ ഏത് പറയാം, ഓൾ ഓഫ് ദി എബോവ് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇൻസേർഷൻ്റെ കേസിൽ എന്തെങ്കിലും ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കതിലൊരു റിഡൻഡൻസി ഉള്ള സമയത്ത് നമുക്ക് അതിലവിടെ അനോമലി വരാം. അതുപോലെ തന്നെ ഡിലീഷൻ കേസിലും വരാം. ഓക്കെ, ദെൻ അപ്ഡേഷൻ കേസിലും, കാരണം ഒരേ ടേബിളിൽ രണ്ട് വാല്യൂസ് അതിലേതെങ്കിലും ഒരു വാല്യൂവിൽ മാത്രം ചേഞ്ച് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു അനോമലിയാണ് അപ്ഡേഷൻ അനോമലി. അതുപോലെ ഡിലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു റോ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻഫോർമേഷൻ എൻ്റെയറായിട്ട് ഡിലീറ്റ് ആയി പോകുന്നൊരു കേസ് ഉണ്ടാവാം. അപ്പോൾ അത്തരം കേസസിൽ അതൊരു ഡിലീറ്റ് അനോമലിയാണ്. അതുപോലെ തന്നെ ഇൻസേർഷൻ അനോമലി. ഇൻസേർഷൻ അനോമലി എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു എക്സിസ്റ്റ് അല്ലാത്ത ഏതെങ്കിലും ഒരു ഡാറ്റ നമ്മൾ റെക്കോർഡിക്കലായിട്ട് ഇപ്പോൾ കൊടുത്തിട്ടില്ലാത്തൊരു ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ അത്തരം ന്യൂ ഇൻഫോർമേഷൻസ് നമുക്കതിലേക്ക് കൊടുക്കുമ്പോൾ വരുന്ന അനോമലീസാണ് ഇൻസേർഷൻ അനോമലീസ് എന്ന് പറയുന്നത്. ഓൾറെഡി ഇൻസേർഷൻ, ഡിലീഷൻ, അതുപോലെ അപ്ഡേഷൻ അനോമലീസൊക്കെ ഡാറ്റാബേസിൽ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ പ്ലേ ലിസ്റ്റിലത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഓപ്ഷനിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. ദെൻ which of the following statement creates a new table skilled worker that has the same schema as worker? അപ്പോൾ ഒരു സ്കിൽഡ് വർക്കർ എന്ന് പറയുന്ന ഒരു ന്യൂ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അത് ഏതിന് സിമിലർ ആണ്, അതായത് വർക്കർ എന്നുള്ള സെയിം സ്കീമ തന്നെയാണ് ഈ ഒരു സ്കിൽഡ് വർക്കിലും യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് ഏത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ക്രിയേറ്റ് ടേബിൾ സ്കിൽഡ് വർക്കർ, ക്രിയേറ്റ് ടേബിൾ സ്കിൽഡ് വർക്കർ ലൈക്ക് വർക്കർ, ക്രിയേറ്റ് ടേബിൾ സ്കിൽഡ് വർക്കർ ആസ് വർക്കർ, ക്രിയേറ്റ് ടേബിൾ ലൈക്ക് സ്കിൽഡ് വർക്കർ. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ ആൻസർ എന്ന് പറയുന്നത് ക്രിയേറ്റ് ടേബിൾ സ്കിൽഡ് വർക്കർ ലൈക്ക് വർക്കർ.
അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ആസ് വന്നുകൂടെയെന്ന്. അപ്പോൾ ആസ് വരുമ്പോൾ അതിൽ ചെറിയൊരു സിൻടാക്റ്റിക് പ്രോബ്ലംസ് വരും. അതായത് ഇത് ഈ ഒരു രീതിയിലായിരിക്കില്ല ഒരു ആസ് വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ആസ് വരുമ്പോൾ നമുക്കതിൽ സെലക്ട് ഓപ്ഷനൊക്കെ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരിക ക്രിയേറ്റ് ടേബിൾ ലൈക്ക് വർക്കറാണ്. സ്കിൽഡ് വർക്കർ ലൈക്ക് വർക്കർ. നെക്സ്റ്റ്, വിച്ച് ഈസ് റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ടു ഇൻസേർട്ട് മൾട്ടിപ്പിൾ റെക്കോർഡ്സ്. ഇപ്പോൾ നമുക്കൊരു ഇൻസേർഷൻ ഓപ്പറേഷൻ്റെ കേസിൽ നമുക്ക് ഒരു സിംഗിൾ റോ ഇൻസേർട്ട് ചെയ്യാം, മൾട്ടിപ്പിൾ റോസ് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ മൾട്ടിപ്പിൾ റോസ് ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് ഏത് വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും? ഇൻസേർട്ട് ഇൻ ടു ടേബിൾ വാല്യൂസ്, ഏതൊക്കെ കോളംസ് ഉണ്ടോ ആ കോളംസിലുള്ള വാല്യൂസൊക്കെ എടുക്കുക, ദെൻ കോമ ഇട്ടിട്ട് നെക്സ്റ്റ് സെറ്റ് ഓഫ് വാല്യൂസ്. അപ്പോൾ അതിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അതായത് ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം വാല്യൂസ് കോളം 1 സെമിക്കോളൻ കോളം 1 കോമ കോളം 2 എക്സെട്ര അങ്ങനെ വരും. ദെൻ അതൊരു സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഒരു സിംഗിൾ റോയിലുള്ളതാണ്. ഒരു ബ്രാക്കറ്റിലിടുക, ദെൻ കോമ ഇട്ടിട്ട് നെക്സ്റ്റ് റോയിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഇടുക. അങ്ങനെ കോമയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ റോസ് ഇൻസേർട്ട് ചെയ്യുന്നത്. Okay, next question. Which join is to be used between two tables A and B when the resultant table needs row from A and B that matches the condition and rows from A that does not match the condition? ഇപ്പോൾ ഇവിടെ 2 ടേബിൾ ഉണ്ട്, അതായത് ടേബിൾ എ ആൻഡ് ടേബിൾ ബി. ഈ 2 ടേബിളിനെ നമ്മൾ ജോയിൻ ചെയ്യണം. ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിന് റിസൾട്ടൻ്റെ റോയിൽ എന്ത് വേണം? എയിലെയും ബിയിലെയും മാച്ച് ചെയ്യുന്ന എല്ലാ റോസും വേണം. അതുപോലെ തന്നെ എയിലെ എല്ലാ ബിയിലോട് മാച്ച് ചെയ്യാത്ത റോസും അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളത് ഏത് ജോയിനിലാണെന്നാണ് ചോദിക്കുന്നത്. ഇന്നർ ജോയിൻ, ക്രോസ് ജോയിൻ, ഔട്ടർ ജോയിൻ, നൺ ഓഫ് ദി അബവ്. അപ്പോൾ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഔട്ടർ ജോയിൻ ആണ്. അതായത് ഇപ്പോൾ ക്രോസ് ജോയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രോസ് ആയിട്ട് 2 രീതിയിലും നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന രീതിയിലാണ്. ഇന്നർ ജോയിൻ എന്ന് പറഞ്ഞാൽ 2 കോമൺ ആയിട്ട് വരുന്നത് മാത്രം എടുക്കും. പിന്നെ ഔട്ടർ ജോയിൻ്റെ കേസിൽ ഡിഫറെൻറ്റ് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ഉണ്ട്, റൈറ്റ് ഔട്ടർ ജോയിൻ ഉണ്ട്, ഫുൾ ഔട്ടർ ജോയിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 2 ടേബിളാണ് എയും ബിയും. ഓക്കെ, അപ്പം എ എന്ന ടേബിളിൽ അപ്പോൾ 1A 2B 3C. ഓക്കെ, ഇനി ബി എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് A X B Y then D Z ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൽ രണ്ടിലും എ ഔട്ടർ ജോയിൻ ബി ആണ് വരുന്നത് എങ്കിൽ ഏതൊക്കെ വരും? 1A X വരും, 2B Y വരും, then 3C വരും. ഓക്കെ, ഇത്തരത്തിലാണ് ഒരു ഔട്ടർ ജോയിനിൽ വരുന്നത്. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ഇവിടെ എയിലെ എല്ലാ എലമെൻസും ഉണ്ട്. ഓക്കെ, എ ബി ആയിട്ടുള്ള എല്ലാ എലമെൻസും ഉണ്ട്, ഇനി ബി മാച്ച് ചെയ്യാത്ത എല്ലാ എലമെൻസും ഉണ്ട്. ആ ബി മാച്ച് ചെയ്യാത്തതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന വാല്യൂ എന്താണ്? നൾ വാല്യൂ ആണ് വരിക. അപ്പോൾ ഇതാണ് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എന്ന് പറയുന്നത്. ഇതിൽ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എന്നില്ല, മറിച്ച് ഔട്ടർ ജോയിൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും, കാരണം അത് ഔട്ടർ ജോയിനിൽ വരുന്ന ഒരു സബ് ക്ലാസിഫിക്കേഷൻ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഔട്ടർ ജോയിൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയും ഇതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രോഗ്രാം കം ഓപ്പറേറ്റർ പോലെയുള്ള ഇൻസ്ട്രക്ടർ ഗ്രേഡ് പോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും വരാനുണ്ട്. ഇത് ജസ്റ്റ് 2-3 ജൂനിയർ സിസ്റ്റംസ് ഓഫീസർ പോലെയുള്ള വളരെ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.